കൊരട്ടിയിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ ഒരു കേക്ക് ഷോപ്പുണ്ട്. ഷോപ്പിൻ്റെ പേര് കേക്ക് പാലസ് എന്നാണ്. അവിടെ നിന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് കേക്ക് മേടിക്കാറുണ്ട്. ഈ കേക്ക് ഈ സ്ഥാപനത്തിൻ്റെ പാർട്ട്നേഴ്സിൽ ഒരാളുടെ സിസ്റ്ററോ മറ്റാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്. പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ റിച്ചാണ് അവരുടെ കേക്ക്സ്. സ്ട്രോബെറി കേക്ക് ആണെങ്കിൽ നിറയെ സ്ട്രോബെറി ഉണ്ടാവും, നന്നായിട്ട് നട്ട്സൊക്കെ മുകളിൽ വിതറിയിട്ടുണ്ടാവും. അങ്ങനെ ഭയങ്കര റിച്ച്നെസ് ആണ്, നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിച്ചാൽ നിർത്താൻ തോന്നില്ല. അവിടെ ഇവരുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ലാത്ത ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ജാക്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഉണ്ട്. അത് നിലമ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ ക്യൂറേറ്റ് ചെയ്യുന്ന ആ ഒരു മിക്സ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സ് ഓഫ് പ്രൊഡക്ട്സ് അത് ഭയങ്കര സംഭവമാണ്. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അവിടെ വെച്ചിട്ടുള്ള പ്രൊഡക്ട്സിൽ, ഷെൽഫിലിരിക്കുന്ന ഓരോ പ്രൊഡക്ട്സിലും. അതിൽ താരതമ്യേന അവർക്ക് കുറച്ച് കോൺഫിഡൻസ് ഇല്ലാത്ത പ്രൊഡക്റ്റ് അവർ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുകയില്ല. എല്ലാം ഗുഡ് ഇനഫ് ആണ്, പക്ഷേ സം പ്രൊഡക്ട്സ് ആർ ഗ്രേറ്റ് ആൻഡ് ദേ റെക്കമെൻഡ് ഇറ്റ് വിത്ത് കോൺഫിഡൻസ്. ഭയങ്കര പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടല്ല. ദേ ജസ്റ്റ് നോ കസ്റ്റമേഴ്സ് വിൽ ലവ് ഇറ്റ്. അവർ കസ്റ്റമേഴ്സിലുള്ള സ്നേഹം കൊണ്ട് ഇത് റെക്കമെൻഡ് ചെയ്യും. ആ ഒരു കോൺഫിഡൻസിൽ അവർ നിൽക്കുന്നത്. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ സെല്ല് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഷെൽഫിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സിൽ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. ആ രൂപത്തിലുള്ള പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രൊഡക്ട്സ് ക്യൂറേറ്റ് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അവരവിടെ ആ കൗണ്ടറിൽ നിന്ന് മൂവ് ചെയ്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര സ്നേഹത്തിലൊന്നും പറയുന്നില്ല, അവർ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഐ ജസ്റ്റ് ലവ് ദ വേ ദേ സെൽ.